ദൃശ്യം എന്ന ഒറ്റ ചിത്രത്തോടെ ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേക്ഷകർക്ക് പരിചിതമായ അഭിനേത്രിയാണ് എസ്തർ അനിൽ. ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത് 2013 പുറത്തിറങ്ങിയ ചിത്രത്തിന്റെ അനുമോൾ എന്ന കഥാപാത്രമായി വേഷമിട്ട താരം ദൃശ്യത്തിന്റെ തമിഴ് റീമേക്കായ കമലഹാസന്റെ പാവനാശത്തിലും സമാന കഥാപാത്രത്തെ അവതരിപ്പിച്ച് കൈയടി നേടിയിരുന്നു. ചുരുങ്ങിയ ചിത്രങ്ങൾ മാത്രം വേഷമിട്ട എസ്തറിന്റെ അടുത്തതായി പുറത്തിറങ്ങാനുള്ള ചിത്രവും ദൃശ്യം മൂന്നാണ്. വലിയ ആവേശത്തോടെ പ്രേക്ഷകർ കാത്തിരിക്കുന്ന ചിത്രം ഇതിനോടകം സിനിമാ ലോകത്ത് ചർച്ചാ വിഷയമാണ്. ഇപ്പോഴിതാ ചിത്രവുമായി ബന്ധപ്പെട്ട് ക്ലബ് എഫ്എമ്മിന് നൽകിയ അഭിമുഖത്തിൽ മോഹൻലാലിനെക്കുറിച്ചും മകൻ പ്രണവിനെക്കുറിച്ചും പറഞ്ഞ കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. പ്രണവിന്റെ പെൺസുഹൃത്തിന്റെ പേരും തന്റെ പേരും തമ്മിലുള്ള സാമ്യതകളെക്കുറിച്ച് എസ്തർ അഭിമുഖത്തിൽ പറഞ്ഞു. പാവനാശത്തിൽ പ്രണവേട്ടൻ അസിസ്റ്റന്റ് ഡയറക്ടറായി വർക്ക് ചെയ്തിരുന്നു. അന്ന് ഞാൻ ചെറുതായിരുന്നല്ലോ, അതുകൊണ്ട് ഒരുപാട് ഒന്നും അദ്ദേഹവുമായി സംസാരിക്കാൻ സാധിച്ചിരുന്നില്ല. അദ്ദേഹത്തിന്റെ ഒരു ഗേൾഫ്രണ്ടിന്റെ പേര് എസ്തർ എന്നായിരുന്നു. അത് ലാലങ്കിൾ പറഞ്ഞതെന്ന് എനിക്കറിയാം. എസ്തർ എന്നൊരു ഗേൾഫ്രണ്ട് ഉണ്ടായിരുന്നില്ലേ എന്ന് ഞാൻ പോയി ചോദിച്ചു. അങ്ങനെ അറിയാമെന്ന് പ്രണവേട്ടൻ എന്നോട് ചോദിച്ചു. അതൊക്കെ എനിക്കറിയാമെന്ന് ഞാനും പറഞ്ഞു. കാരണം ഒരു നാൾ വരും എന്ന എൻ്റെ രണ്ടാമത്തെ ചിത്രത്തിൽ ലാലേട്ടൻ്റെ മകളായിട്ടായിരുന്നു ഞാൻ അഭിനയിച്ചത്. എൻ്റെ എസ്തർ എന്ന പേര് അന്ന് പൊതുവെ ആർക്കും ഉണ്ടായിരുന്നില്ല, പേരില്ല. പിന്നെ ആർക്കും പെട്ടെന്ന് എങ്ങനെയൊന്നും പറയാനും പറ്റില്ല എന്നുള്ള പേര്. സിനിമ അഭിനയിക്കുന്നതിന് പേര് മാറ്റുന്ന പരിപാടിയൊന്നും അന്നുണ്ടായിരുന്നില്ല. മണിയമ്പിള്ള രാജു അങ്കിൾ ലാലേട്ടൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് പറഞ്ഞു, "ലാലേ, ഇതാണ് നമ്മുടെ മകളായിട്ട് അഭിനയിക്കുന്ന കുട്ടി. പേര് മാറ്റാമോ? എന്താണ് ചെയ്യേണ്ടത്?" എന്ന് ചോദിച്ചു. ഞാനാണെങ്കിൽ മാറ്റല്ലേ എന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം അതൊരു യുണീക്ക് പേരാണ്. ലാലേട്ടൻ ചോദിച്ചു, "എന്താ പേരെന്ന്?" "എസ്തർ" എന്ന് കേട്ടപ്പോൾ, "നല്ല പേരല്ലേ? അപ്പുവിൻ്റെ ഗേൾഫ്രണ്ടിൻ്റെ പേര് എസ്തർ എന്നാണെന്ന്." "അത് വേണ്ട, വെച്ചോളൂ, സൂപ്പർ പേരാണെന്ന് ലാലേട്ടൻ അന്ന് പറഞ്ഞു." മെയ് 21-ന് മോഹൻലാലിൻ്റെ ജന്മദിനത്തിൽ തിയേറ്ററിലെത്തുന്ന ചിത്രം അഡ്വാൻസ് ബുക്കിംഗിലൂടെ ഇതിനോടകം തന്നെ 10 കോടിക്കധികമാണ് സ്വന്തമാക്കിയത്. ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും മികച്ച ക്രൈം ത്രില്ലർ ജോണിലെത്തുന്ന ചിത്രത്തിന്റെ മൂന്നാം ഭാഗത്തിന് വലിയ ഹൈപ്പാണ് ലഭിക്കുന്നത്.